ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 10. വെളിപ്പെടുന്നത് നവലിബറൽ നയങ്ങളുടെ പരാജയം. രാജ്യത്ത് നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കി 3 ദശകങ്ങൾ പിന്നിട്ടിട്ടും അതിദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാർഷിക പ്രതിസന്ധിയുമെല്ലാം രൂക്ഷമായി തന്നെ തുടരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് മോദി സർക്കാർ പുറത്തിറക്കിയ ധവളപത്രവും കോൺഗ്രസ് പുറത്തിറക്കിയ കറുത്ത പത്രവും. ധവളപത്രം മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണപരാജയങ്ങളെ മൂടിവെക്കുമ്പോൾ കോൺഗ്രസിന്റെ കറുത്ത പത്രം UPA സർക്കാരിന്റെ 10 വർഷ ഭരണകാലത്തെ അഴിമതികളെയും കെടുകാര്യസ്ഥതയെയും തമസ്കരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷ കാലയളവിൽ രാജ്യത്ത് നേട്ടമുണ്ടായത് വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രമാണെന്ന യാഥാർത്ഥ്യം ധവളപത്രത്തിലും കറുത്ത പത്രത്തിലും വെളിപ്പെടുന്നുണ്ട്. UPA ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ സാമ്പത്തികമായി ദുർബലാവസ്ഥയിലുള്ള രാജ്യങ്ങളുടെ പട്ടികയിലായിരുന്ന ഇന്ത്യയെ 10 വർഷത്തെ മോദി ഭരണം 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയെന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ അവകാശപ്പെടുന്നു. ജനസംഖ്യയിൽ ലോകത്ത് ഒന്നാമതുള്ള ഇന്ത്യ സ്വാഭാവികമായും സാമ്പത്തികമായും ഒന്നാമത് എത്തേണ്ടതാണെന്ന യാഥാർത്ഥ്യം ധനമന്ത്രി മറച്ചുപിടിക്കുകയാണ്. ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ IMF കണക്കുകൾ പ്രകാരം 195 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 143ാം സ്ഥാനത്താണ്. അതിദാരിദ്ര്യം ഇപ്പോഴും എത്ര തീവ്രമാണെന്ന് ആളോഹരി വരുമാന പട്ടികയിലെ ഇന്ത്യയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. വിദേശ നിക്ഷേപത്തിലെ വർധന, വിമാനത്താവളങ്ങൾ കൂടിയത്, മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരിലെ എണ്ണത്തിലെ വർധന, മെട്രോ ട്രെയിനിലുള്ള നഗരങ്ങളുടെ എണ്ണം, മെഡിക്കൽ സീറ്റുകളുടെ വർധന, LPG ഉപയോക്താക്കളുടെ എണ്ണം തുടങ്ങി 35 മേഖലകൾ ഉയർത്തിക്കാട്ടിയാണ് UPA ഭരണത്തേക്കാൾ മെച്ചമായിരുന്നു മോദി ഭരണമെന്ന ധനമന്ത്രിയുടെ അവകാശവാദം. രാജ്യത്തെ ദരിദ്രരുടെ എണ്ണം 29.2% നിന്ന് 13.3% കുറച്ചുവെന്ന നീതി ആയോഗ് കണക്ക് നേട്ടപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 വർഷ കാലയളവിൽ 25 കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. നീതി ആയോഗ് കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ 16 കോടി പേർ മാത്രമാണ് ദരിദ്രരായുള്ളത്. അങ്ങനെയെങ്കിൽ ദരിദ്രർക്കായുള്ള സൗജന്യ ഭക്ഷ്യധാന്യം 80 കോടി പേർക്ക് വിതരണം ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വിശദീകരിക്കണം. മോദി സർക്കാരിന്റെ ദാരിദ്ര്യമുക്തി അവകാശവാദത്തെ അവരുടെ തന്നെ കണക്കുകൾ പൊളിച്ചെടുക്കുകയാണ്. UPA കാലത്തെ അഴിമതികൾ ഒന്നൊന്നായി വിശദീകരിക്കുന്ന ധവളപത്രം എന്നാൽ മോദിയുടെ കാലത്തെ റഫാൽ അഴിമതി, അദാനിയുടെ ഓഹരി തട്ടിപ്പ് തുടങ്ങിയ വമ്പൻ ക്രമക്കേടുകളെ കുറിച്ചും അന്വേഷണത്തിന് പോലും തയ്യാറാക്കാത്തതിനെ കുറിച്ചും മൗനം പാലിക്കുന്നു. മോദി ഭരണത്തിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷമായതായി കോൺഗ്രസ് പുറത്തുവിട്ട കുറ്റപത്രം വിമർശിക്കുന്നു. മോദി സർക്കാരിന്റെ ധവളപത്രത്തിലാകട്ടെ UPA കാലത്താണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായിരുന്നതെന്ന് കുറ്റപ്പെടുത്തുന്നു. 20 വർഷ കാലയളവിൽ തൊഴിലില്ലായ്മയിലും വിലക്കയറ്റത്തിലും ഒരു മാറ്റവും വന്നില്ലെന്ന യാഥാർത്ഥ്യം ധവളപത്രവും കറുത്ത പത്രവും വായിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. മോദി ഭരണത്തിലെ GDP വളർച്ചാ കണക്കുകൾ UPA കാലത്തേക്കാൾ മോശമായതിനാൽ ധവളപത്രത്തിൽ നിന്ന് ധനമന്ത്രി സൗകര്യപൂർവ്വം ഒഴിവാക്കി. 1ാം UPA സർക്കാരിന്റെ ആദ്യ 4 വർഷത്തെ ഉയർന്ന GDP വളർച്ച തൊട്ടുമുമ്പുള്ള വാജ്പേയി സർക്കാരിന്റെ മികവിന്റെ തുടർച്ചയാണെന്നും ധവളപത്രം അവകാശപ്പെടുന്നു. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ മുതലാളിത്ത നയം സൃഷ്ടിച്ച 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ലോകമെങ്ങും GDP വളർച്ചയെ പിന്നോക്കം വലിച്ചിരുന്നു. ഇതോടൊപ്പം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതും പല ലോകരാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കി. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ഘട്ടത്തിൽ സാമ്പത്തിക മാന്ദ്യ സാഹചര്യം മാറുകയും ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുകയും ചെയ്തിരുന്നു. എന്നിട്ടും GDP വളർച്ചയിൽ കുതിപ്പുണ്ടായില്ല. കറൻസി പിൻവലിക്കൽ നടപടിയും തിടുക്കത്തിലുള്ള GST നടപ്പാക്കലുമെല്ലാം സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കി. കേന്ദ്ര സർക്കാരിന്റെ ആകെ ബാധ്യതകൾ 2018-19 90.84 ലക്ഷം കോടിയിൽ നിന്നും 2024 183.67 ലക്ഷം കോടിയായി ഉയർന്നു. വെറും 6 വർഷം കൊണ്ടാണ് ബാധ്യതകൾ ഇരട്ടിയായത്. കടബാധ്യത ഉയർന്നത് ധനക്കമ്മി ലക്ഷ്യങ്ങളെ തകിടം മറിച്ചു. 2021-22 ധനക്കമ്മി GDPയുടെ 6.8% കുതിച്ചു. ഇടക്കാല ബജറ്റിലെ കണക്കു പ്രകാരം നടപ്പു വർഷവും ധനക്കമ്മി 5.9% ഉയർന്ന നിലയിലാണ്. സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കുന്ന ഈ കണക്കുകളൊന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തട്ടിക്കൂട്ടിയ ധവളപത്രത്തിൽ ഇല്ല.